മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യമാണ്. അവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ ശാന്തമാണോ അതോ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? സംഘർഷം ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ പല രാജ്യങ്ങളും കൂടുതൽ മിസൈലുകൾ ഉൾപ്പെടെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വരുന്നത് അവർ 9 ഡ്രോണുകളാണ് നിലവിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചതെന്നുള്ളതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഡ്രോണുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇതിനിടെ അമേരിക്കയുടെ ഒരു സ്വതന്ത്ര ഏജൻസി നിലവിൽ മേഖലയിലുള്ള മരണസംഖ്യയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇറാനിൽ ഈ US-ഉം അതുപോലെ ഇസ്രായേലും നടത്തിയിട്ടുള്ള സംയുക്ത ആക്രമണത്തിൽ മരണസംഖ്യ ഏതാണ്ട് 1000 കടന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണം 5402 ആയതായിട്ടും പറയുന്നു. അതുപോലെ തന്നെ 181 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 181 പേർ കൊല്ലപ്പെട്ടുവെന്നും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ കുവൈറ്റിലും നിലവിൽ നിരവധി പേർക്ക് പരിക്ക് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നിലവിലുള്ള ഡ്രോൺ ആക്രമണങ്ങളിലും മറ്റും ഒരുപാട് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിരവധി ഡ്രോണുകൾ ഇതിനോടകം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആക്രമണം വളരെ ശക്തമായി തന്നെ മേഖലയിൽ തുടരുകയാണ്. ഗൾഫ് മേഖലയിൽ അവിടെ നിലവിൽ ഈ ഇന്ത്യക്കാർ അതുപോലെ തന്നെ മലയാളികൾ താമസിക്കുന്ന മേഖലകളിലേക്ക് അത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവിടെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാഹചര്യങ്ങൾ സുഗമമായി തന്നെ തുടരുകയാണ്. അവിടെയുള്ള മലയാളികൾ ഇപ്പോൾ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് നിലവിൽ നാട്ടിലേക്ക് മെസ്സേജുകളായിട്ടും അതുപോലെ തന്നെ മറ്റ് സന്ദേശങ്ങളുമായിട്ടും എല്ലാം അയക്കുന്നത്. തീർച്ചയായിട്ടും സുരക്ഷിതരായി തന്നെ തുടരുകയാണ്. മറ്റ് അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് തീർച്ചയായിട്ടും ഒരു ആശ്വാസകരം തന്നെയാണ്. പക്ഷേ മറ്റ് കൂടുതൽ ഈ ജനവാസ മേഖലകളിലേക്കും അതുപോലെ തന്നെ US കോൺസുലേറ്റുകൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഇറാൻ നിലവിലും വ്യക്തമാക്കുന്നത് US-ഉമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല എന്നാണ്. US എന്ന് പറയുന്ന ഒരു ചെകുത്താൻ രാജ്യമാണ്. ഇവർക്കെതിരെ ഒരു തരത്തിലും ചർച്ചകളില്ല എന്ന് കഴിഞ്ഞ ദിവസവും ഇറാന്റെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ചർച്ചകളില്ലാതെ യുദ്ധം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. മുൻപത്തെ പോലെ ഒരു മധ്യസ്ഥനില്ല. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഈ സംഘർഷം അത് കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അജി, അതുപോലെ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നിലവിൽ സ്ഥിരീകരിക്കാനാവുന്ന ചില പ്രസ്താവനകൾ എന്ന് പറയുന്നത് അത് US-ൻ്റെയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എന്നാലും ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം സമാനമായിട്ടുള്ള രീതിയിൽ ഒരു 10 ദിവസത്തെ ആക്രമണം നടന്നിരുന്നു. ആ സമയത്ത് US അവകാശപ്പെട്ടത് ഇറാനുള്ളിലുള്ള എല്ലാ ആണവ സംവിധാനങ്ങളെയും നശിപ്പിച്ചു. അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ തകർത്തു എന്നതാണ് US അവകാശപ്പെട്ടത്. എന്നാൽ പിന്നീട് ട്രംപ് ഇപ്പോൾ വീണ്ടും അവകാശവാദവുമായി വന്നത് ഇറാൻ ഇപ്പോഴും അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, അതുപോലെ തന്നെ ആണവായുധം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതുപോലെ ദീർഘദൂര മിസൈലുകൾ അവർ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നു, ഇത് ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നെല്ലാം ട്രംപ് അവകാശപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് US-ഉമായി ഒരു ആണവ കരാറിലെത്താൻ വേണ്ടി ചർച്ചകൾ തുടർന്നിരുന്നത്. 3 ഘട്ട ചർച്ചകൾ അവസാനിച്ചിരുന്നു. 4ാം ഘട്ട ചർച്ചകൾ ഉൾപ്പെടെ ആരംഭിക്കാനിരിക്കെയാണ് നിലവിൽ ഇത്തരത്തിലൊരു വലിയ ഒരു സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ പോയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ US അവകാശപ്പെടുന്ന ഇത്തരം കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെയാണ്. എന്നാലും അവരുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് പല ഈ സൈനിക കേന്ദ്രങ്ങളും നശിപ്പിച്ചു എന്ന് US അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലും പറയുന്നത് നിലവിൽ ഇത്തരം ആക്രമണങ്ങളിലൂടെ മേഖലയിലുള്ള പല ഈ അവരുടെ ആണവ സംവിധാനങ്ങളും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളും നശിപ്പിച്ചു എന്നത് തന്നെയാണ് ഇസ്രായേലും അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷവും അവർ ഇതേ കാര്യം തന്നെ ആവർത്തിച്ചത് കാരണം ഇപ്പോഴീ പറയുന്നത് അത് സത്യമാണോ അല്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കാനാകുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ നിലവിൽ പലതവണ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അവർ ഒരിക്കലും ഒരു ആണവായുധം ഉണ്ടാക്കുന്നില്ല, സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ നിലവിൽ ആ ഒരു ഇറാൻ സ്ഥിരീകരിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ
കഴിഞ്ഞാൽ ആര് പറയുന്നത് വിശ്വസിക്കണം എന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഈ എന്തായാലും സംഘർഷം അത് കൂടുതൽ രൂക്ഷമായി തന്നെ തുടരുന്നു. ടെഹ്റാനിലുൾപ്പെടെ കൂടുതൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ മേഖലയിൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ആക്രമണങ്ങൾ ടെഹ്റാനിൽ നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലെബനനിൽ ഉൾപ്പെടെയാണ് ഇസ്രായേൽ ആക്രമണം കേന്ദ്രീകരിച്ചതെങ്കിൽ ഇപ്പോൾ ഇറാഖിലെ ചില സായുധ ഗ്രൂപ്പുകൾ, ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്ക് നേരെയും ഇറാനുള്ളിൽ തന്നെയും ഇസ്രായേൽ നിലവിൽ ഇന്നത്തെ ദിവസം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് ഒരു ചോദ്യം തന്നെയാണ്. US മിലിറ്ററി അവകാശപ്പെടുന്നത് പോലെ ഇറാൻ്റെ ഈ ആയുധങ്ങൾ, അവരുടെ ഒരു ആയുധ ശേഷി അത് നശിപ്പിക്കപ്പെട്ടെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം അധികം നീളാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അത് ആരുടെ വാക്കുകൾ വിശ്വസിക്കണം എന്നതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. രാജി തുടരുക. ഇപ്പോൾ ദുബായിൽ കുടുങ്ങിയിരുന്ന നടി സ്വാസിക നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സ്വാസികയുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. It's not like heavy panicky situation is not there, but still we are from India, no? So we are from other countries. Definitely they will get little panicked. She went alone actually. So yeah, that's the main thing. So if I was there, no, she would have been more calm or composed. So otherwise, situation is okay, normal there. People the government are working. is supporting the people, so it's everything is all right over there. And suddenly, like Akbar Travel, they support us. So many people get relieved from that space. So where were you, ma'am? I was in Abu Dhabi. So how many days you spent there? 4 days. 3 yeah, days. This 3 is days. my 4th day. She was supposed to come on 28, but yeah. So how was the situation there? The situation was normal. It's not like heavy panical situation is not It's there. not like a lockdown or anything. She was getting food, everything was there, all the shops are open, but so everything was under control. യുദ്ധം ഒരു അറുതിയില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴും അവിടെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇറാന്റെ ആയുധശേഷി കുറയുന്നു, ഇറാൻ കീഴടങ്ങാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.